ശ്രീ എം ജയചന്ദ്രനും എ സജീവനും രണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. നിങ്ങളടക്കം ഉള്ള മാധ്യമപ്രവർത്തകർ പോലും ധാർമ്മികമായി ഒരു വിചാരണയിലേക്ക് എത്തുകയാണ്. ഞാൻ വ്യക്തിപരമായല്ല പറയുന്നത്. കാരണം ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമാണോ? മാധ്യമ സമൂഹത്തിലെ വലിയൊരു വിഭാഗമല്ലേ? നോക്കൂ ശ്രീ എം ജയചന്ദ്രൻ, ഇന്ന് പോലും ഇത്ര അധികം തിരിച്ചടി കോടതിയിൽ നിന്ന് കട്ട് ആൻഡ് ഡ്രൈഡായി വളരെ വ്യക്തമായി കോടതിയിൽ നിന്ന് ഈ വിധി ഒരു തിരിച്ചടിയായി കോൺഗ്രസിനും ആ കേസ് നൽകിയവർക്കുമൊക്കെ എതിരെ രൂപപ്പെടുമ്പോൾ പോലും ഇന്ന് പല മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളുടെയും വാക്കുകൾ അച്ചുനിരത്തിയത് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിക്കും വീണാ വിജയനും ആശ്വാസമെന്ന്. അതായത് ഏതോ ഔദാര്യം പോലെ നുണകൾ കെട്ടിപ്പൊക്കി ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് കണ്ടില്ലേ ഇന്നലെ ബി ഗോപാലകൃഷ്ണന് മാപ്പ് പറയേണ്ടി വന്നത്. ഇതുപോലെ ഒരു കോടതി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അത് കോടതിയിലെത്തി വ്യവഹാരമായപ്പോൾ എൻ്റെ കയ്യിൽ ശങ്കരാടി കാട്ടിയതുപോലെ രേഖയേ ഉള്ളൂ എന്ന് കാട്ടേണ്ടി വരുന്നു. കോടതി പറയുന്നു, നിയമവ്യവസ്ഥ പറയുന്നു മാപ്പ് പറയൂ എന്ന്. അങ്ങനെ പരസ്യമായി വന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാപ്പ് പറഞ്ഞിട്ട് പോയ BJP നേതാവ് ബി ഗോപാലകൃഷ്ണനെ ഇന്നലെ നാം കണ്ടു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ക്രെഡിബിൾ അല്ലാത്ത വാദങ്ങൾ നിരത്തുന്നവരെ നിരത്തിയിരുത്തി പ്രൈം ടൈമിൽ ചർച്ചകളടക്കം ചെയ്ത് പൊതുപ്രവർത്തകരെ തേജോവധം ചെയ്യാനായി ഇവർ ഇങ്ങനെ വാക്കുകൾ നിരത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വസ്തുതയുമില്ല എന്ന കാര്യം അറിയുമ്പോഴാണ് ഇതിലെ മാധ്യമ ധാർമ്മികത അത് ജനകീയ കോടതിയിൽ കൂടി വിചാരണ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പെടേണ്ടത്. ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദെ, ഇതിന്റെ മാധ്യമ ധാർമ്മികത പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള നിജേഷ് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചല്ലോ. കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കോടതിയുടെ ഉത്തരവായിട്ട് തന്നെ, വിധിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ 59 പേജ് വിധി പ്രസ്താവത്തിൽ കോടതി എന്താണ് പറയുന്നത്? കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാണമില്ലായ്മ പരാതിക്കാരൻ ഒരാഭരണമാക്കരുത്. വസ്തുതയില്ലാതെ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് കോടതിയുടെ സമയം കളയരുത്. ഇത് തന്നെയല്ലേ നിജേഷ് ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്, മറ്റു കോൺഗ്രസ് നേതാക്കൾ മറ്റു ചാനലുകളിൽ ഇരുന്ന് ചെയ്യുന്നത്? ഇതേ നാണമില്ലായ്മയെ ആഭരണമാക്കി രാഷ്ട്രീയ ദുരാരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അത് വസ്തുതയാണെന്ന് സ്ഥാപിക്കാൻ വൃഥാ ശ്രമിക്കുകയാണ്. ആ വൃഥാശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായതിന്റെ ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ആ നീതി ദണ്ഡുണ്ടല്ലോ, ചുറ്റിക, അതുകൊണ്ട് തലക്കിട്ടടിച്ചു. ആരുടെ? അഭിഭാഷകൻ കൂടിയായ പ്രാക്ടീസിംഗ് ലോയറായ MLA മാത്യു കുഴൽനാടന്റെ നെറുകം തലയ്ക്ക് തന്നെ, അല്ലേ? അതാണല്ലോ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോഴും നിജേഷിന് കാര്യം പിടികിട്ടുന്നില്ല. അദ്ദേഹം ചോദിക്കുകയാണ് 1.72 കോടി രൂപ, 1.72 കോടി രൂപ. എത്ര പ്രാവശ്യമാണ് ഞാൻ എണ്ണി? 8 പ്രാവശ്യം ഞാൻ എണ്ണി, പിന്നെ എണ്ണമെന്ന് വെച്ചു ഈ 1.72 കോടി രൂപയുടെ കാര്യം പറഞ്ഞത്. എന്റെ നിജേഷേ, നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ചർച്ചയിലെ ഇത്തരം പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് എനിക്ക് സന്തോഷമല്ല, നിരാശയാണ് തോന്നുന്നത്. കാരണം ഈ 1.72 കോടിയുടെ കാര്യം മാത്രം പറയാം, വേഗം പറയാം. നിങ്ങൾ പറയുന്നു 1.72 കോടി രൂപ വീണാ വിജയന് കൊടുത്തു, അത് അവരൊരു സേവനവും നൽകാതെയാണ്. ഇതാണല്ലോ നിങ്ങളുടെ ആരോപണം. മറ്റ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കുറെ മാധ്യമങ്ങളും പറയുന്ന അതേ ആരോപണമാണല്ലോ താങ്കൾ ഇവിടെയും ആവർത്തിക്കുന്നത്. അതിന് മാത്രം മറുപടി പറയുകയാണ്. എങ്ങനെയാണ് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണയും CMR തമ്മിലുള്ള കരാർ? അതിനൊരു സ്വഭാവമുണ്ടല്ലോ, അത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? AMC എന്നാണ് പറയുക. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അത് വർഷാവർഷമാണ് അത് ആ കരാറ് പരിഗണിക്കുന്നതും പുതുക്കുന്നതും. അപ്പോ എത്ര രൂപ വെച്ചാൽ അവർക്ക് പ്രതിമാസം കൊടുക്കേണ്ടത്, എത്ര വർഷമാണ് കൊടുക്കേണ്ടത്, ഇത് AMCയിൽ വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബന്ധപ്പെട്ട ഘടകങ്ങളിലൊക്കെ. ഞാന് നിരവധി ചർച്ചകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാത്യു കുഴൽനാടനോട് നേരിട്ട് കഴിഞ്ഞ ഡിസംബർ 23-ന്, കൃത്യമായ തീയതി ഓർക്കുന്നുണ്ട്, ഞാൻ മീഡിയ വഴിയിൽ ഇതേ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് മാത്യു കുഴൽനാടൻ പ്രഖ്യാപനം നടത്തി, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തും,
ഏത് പണിയാണ് നിർത്തുന്നത് ഞാൻ ചോദിച്ചില്ല. കാരണം അദ്ദേഹം തെറ്റാൻ പോവുകയാണെന്ന് എനിക്കറിയാം കൃത്യമായിട്ട്. MLA പണി നിർത്തുമോ, അഭിഭാഷക വൃത്തി നിർത്തുമോ, അതൊന്നും ഞാൻ ചോദിച്ചു. എൻ്റെ ഒരു രീതി ശീലം അതല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ ഈ 1.72 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റി. ശരി, കൈപ്പറ്റി. അത് നേരിട്ട് ചെന്ന് പൈസയായിട്ട് വാങ്ങിക്കുകയല്ലോ, ത്രൂ ബാങ്ക് അക്കൗണ്ട് ആണല്ലോ വാങ്ങിച്ചത്. അതിന്റെ രേഖകളൊക്കെ ഉണ്ടല്ലോ, അത് SFIO വരെ കണ്ടു കഴിഞ്ഞതാണല്ലോ. അപ്പോ താങ്കൾ പറയുന്നു, കോൺഗ്രസ് പറയുന്നു, മനോരമയും മാതൃഭൂമിയും മറ്റു ചാനലുകളും പറയുന്നു ഈ 1.72 കോടി രൂപയ്ക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല, അതുകൊണ്ട് അത് അഴിമതിയാണ്. ഇതാരാണ് പറയേണ്ടതെന്ന്? നിങ്ങൾ പറയുന്നു. അവിടുത്തെ ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ പറഞ്ഞു. സുരേഷ് കുമാർ ശമ്പളക്കാരനല്ലേ, അയാളല്ലല്ലോ പിന്നെ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഒപ്പിടുന്ന വ്യക്തി. അത് എക്സാലോജിക്കിന്റെ ഉടമസ്ഥയും CMRന്റെ ഉടമസ്ഥനും തമ്മിലല്ലേ എഗ്രിമെന്റ്. അപ്പൊ അതിലെന്തെങ്കിലും കാതലായ പിന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ് ഒപ്പിട്ടവർ തമ്മിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇനി അത് തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ തർക്കം പ്രശ്നം ക്രിമിനൽ കേസല്ല, സിവിൽ കേസായിട്ടാണ് പോവുക നിയമപ്രകാരം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള വഴികളാണ് നിജേഷ് അരവിന്ദ്. അതൊന്നും മനസ്സിലാക്കാതെ ഒരു ഫിനാൻസ് ഓഫീസർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ സേവനമൊന്നും കിട്ടിയിട്ടില്ല, അത് വേദവാക്യമായിട്ട് എടുത്തു. അത് സുപ്രീം കോടതി വരെ അങ്ങ് അംഗീകരിക്കുക. SFIO ഇത് വന്നാൽ ഇപ്പൊ ഹിംസിച്ച് കളയും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. ആ ജീവിതമാണ്, അത്തരം ജീവിതങ്ങളെയാണ് ഇന്ന് ഈ നാണമില്ലായ്മ അലങ്കാരമാക്കുക എന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത്, ജസ്റ്റിസ് ബാബുവിന് പറയേണ്ടി വന്നത്. അതെങ്കിലും മനസ്സിലാക്കണം. അപ്പൊ ഈ 1.72 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് വീണയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മാസങ്ങളായിട്ട് പല ഘട്ടങ്ങളിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതൊരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും പാർട്ടിയുടെ നിന്ന്, ഒപ്പിട്ട കക്ഷികളുടെ നിന്ന് വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരിടേണ്ടത് സിവിൽ കേസിലൂടെയാണ്. അത്തരമൊരു തർക്കം പിന്നെ CMRന്റെ ഉടമസ്ഥന് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേസിൽ പോയിട്ടുമില്ല. പിന്നെ ആർക്കാണ് തർക്കം? നിങ്ങൾ VD സതീശന് തർക്കമുണ്ട്, സോറി. രമേശ് ചെന്നിത്തലയ്ക്ക് തർക്കമുണ്ട്, വെരി സോറി. UDFന് തർക്കമുണ്ട്, ലീഗ് നേതാക്കൾക്ക് തർക്കമുണ്ട്, മാധ്യമങ്ങൾക്ക് തർക്കമുണ്ട്, വെരി മച്ച് സോറി. അതല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരം ഈ പിന്നെ മാനം നോക്കികൾ ഇത്തരം കേസുകളായിട്ട് നടക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നടക്കുക. എന്താ അടുത്ത ചിന്ത, അടുത്ത ഐഡിയ എന്താണ് വരേണ്ടത്? കയ്യിലൊന്നും തെളിയുന്നില്ല, ഉള്ള രേഖകളിലൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പിന്നെ മാനം നോക്കി സഞ്ചാരമാണല്ലോ. അതാണ് 51-ാം പേജിൽ രമേശ് ചെന്നിത്തല ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തത്. 167 പ്രതികളെ കുറ്റാരോപിതരാക്കിക്കൊണ്ട് എന്ന് തന്നെ പറയുന്നു. 1-ാം പ്രതിയായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയൻ, 6 എക്സാലോജിക്ക്, 7 വീണ. ഈ 167 പ്രതികളെ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ തെറ്റായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വിധിന്യായത്തിന് 51-ാം പേജിൽ എടുത്തു വായിച്ചു നോക്കൂ, പറയുന്നുണ്ട് നിജേഷ് അരവിന്ദ്. ഇതാണ് കാര്യം. ഈ കാര്യം മുമ്പിൽ നിൽക്കെ ഇത് നിങ്ങൾ എവിടെ പോയി സമർത്ഥിക്കാനാണിത്? എവിടെ പോയാണ് സമർത്ഥിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ 23-ന് മീഡിയ വൺ ചാനലിൽ പിന്നെ ഞാനും പിന്നെ മാത്യു കൊഴനാടുമായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. 1 മണിക്കൂർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും കിട്ടും, നോക്കിയാൽ. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിയമപരമായിട്ടുള്ളത് പറഞ്ഞു. ഞാൻ മാധ്യമ പ്രവർത്തകന്റെ നിലയിൽ എനിക്ക് സമാധാനിക്കാനുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ച് തന്നെയാണ് ആ ചർച്ച മുമ്പോട്ട് പോയത്. ആരോഗ്യകരമായ ചർച്ചയായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇങ്ങനെ പരിപാടി നിർത്തിക്കളയുന്നു. ഏത് പരിപാടിയും ചോദിച്ചില്ല, അന്ന് ചോദിച്ചില്ല, ഇപ്പോഴും ചോദിച്ചില്ല, നാളെ ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ കേസിന്റെ അവസ്ഥ. എന്ന് പറയുമ്പോൾ ഈ കേസ് എന്തിനായിരുന്നു, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യം വരും. അവിടെയാണ് മാധ്യമങ്ങൾ UDFുമായി നടന്നൊരു കൂട്ടിക്കൊടുക്കും. അത് തന്നെ പറയണം നിജേഷേ. ആ പദമല്ലാതെ മറ്റൊരു പദം ഇതിനെ ഉപമിക്കാൻ കഴിയില്ല. ശരിയാണ്, അത്രയേറെ രോഷമുണ്ടാകും. താങ്കൾ പറഞ്ഞതുപോലെ, അതായത് ഇത് റിസീവ്ഡ് പേയ്മെന്റ്സ് ഫ്രം CMRL, ദ ലേൺഡ് സ്പെഷ്യൽ ജഡ്ജ് റിലൈയിങ് ഓൺ രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ 2018 ഒബ്സർവ്ഡ് ദാറ്റ് ദി ആക്ട് ഓഫ് പ്രസിംഗ് ഇൻവെസ്റ്റിഗേഷൻ അഗൻസ്റ്റ് റെസ്പോണ്ടന്റ് നമ്പർ 1 പറഞ്ഞതുപോലെ 6 and 7 വുഡ് സ്ട്രെങ്തൻ ദി ആർഗ്യുമെന്റ് ദാറ്റ് കംപ്ലൈൻറ്റ് വാസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി മസ്റ്റ് ഹാവ് ദി ലോക്കസ് സ്റ്റാൻഡി ടു ഇനിഷ്യേറ്റ് എ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. താങ്കൾ ഈ M. ജയചന്ദ്രൻ പറഞ്ഞ ആ ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഞാൻ തിരിച്ചെത്താൻ ശ്രീ ജയചന്ദ്രൻ.